വെൽക്കം ബാക്ക്. M-Favor ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ദേശീയ വനിതാ കമ്മീഷൻ. കേരള PSC നമ്മൾ പഠിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ആ ലെവലിൽ നിന്ന് മുന്നോട്ട് കുതിക്കണമെങ്കിൽ മുൻകാലങ്ങളിലെ UPSC ചോദ്യങ്ങളും അന്യസംസ്ഥാന സിവിൽ സർവീസ് പരീക്ഷാ ചോദ്യങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ഓപ്ഷൻ പോലും തെറ്റാതെ PSCകളിൽ ആവർത്തിക്കപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് കൂടുതലും കാണപ്പെടാറ്. എന്നാൽ 2023 ഒരു പരീക്ഷ ചോദ്യമായിട്ട് വന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയെക്കുറിച്ച്. അത് കൃത്യമായി PSC പരീക്ഷയായിട്ട് വരികയും ചെയ്തു. സശക്ത് നാരി സശക്ത് ഭാരത്, ഇത്തരത്തിലൊരു പദ്ധതി വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് 2023 ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയാണ്. അത് കൃത്യമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ചോദിച്ചത് PSC ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSCക്ക് വരാനിരിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല നമ്മുടെ ക്ലാസ്സുകളിലൂടെയും നോട്ടുകളിലൂടെയും. ഓക്കെ, ശ്രദ്ധിക്കാം. ക്ലാസ്സിന് ശേഷം നോട്ട് M-Favor ലേണിംഗ് ആപ്പിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ദേശീയ വനിതാ കമ്മീഷനാണ്. എല്ലാവർക്കും അറിയാം, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമാനുസൃത സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ, അല്ലെ? അപ്പൊ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്താൽ രൂപപ്പെട്ടു എന്നതിനാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി അഥവാ നിയമാനുസൃത സ്ഥാപനമാണ്. ചോദ്യം: ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമം പറഞ്ഞു. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമം. ഇനി ഈ ഏതൊരു നിയമവും പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ബില്ലായിട്ടാണ്. പാർലമെന്റിന്റെ സഭകൾ പാസാക്കിയ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടു കൂടിയാണ് ഒരു ബില്ല് നിയമമാകുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്ന 30 ആഗസ്റ്റ് 1990. അപ്പൊ ശ്രദ്ധിക്കണം, ഒന്നും കൂടി, ഇത് ബില്ലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. തുടർന്ന് ബില്ല് നിയമമാകുന്നു എപ്പോൾ? ബിൽ ബിക്കംസ് ആൻ ആക്ട് എന്ന് 1990 ഓഗസ്റ്റ് 30. കാരണം അന്നേ ദിവസമാണ് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത്. അപ്പോ ദേശീയ വനിതാ കമ്മീഷൻ ബില്ല് നിയമമായത് എന്ന് ചോദിച്ചാലും ഇത്തരത്തിലൊരു നിയമത്തിന്റെ പ്രസക്തി എന്ന് മുതലാണെന്ന് ചോദിച്ചാലും 30 ആഗസ്റ്റ് 1990 പ്രസിഡന്റ് ഒപ്പുവച്ച ദിനം ബില്ല് നിയമമായി. ഓക്കെ, ഇനി ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ ആകെ 5 അധ്യായങ്ങളിലായിട്ട് 17 വകുപ്പുകളുണ്ട്. നമ്മൾ ഏതൊരു കമ്മീഷൻ നിയമം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ചെറിയ ആക്ട് ആണ് ഇതെന്ന് പറയുന്നത്. ആകെ 5 അധ്യായങ്ങൾ അഥവാ ചാപ്റ്റേഴ്സ്. ആ 5 അധ്യായങ്ങളിലായിട്ട് 17 വകുപ്പുകൾ അഥവാ സെക്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. എല്ലാം തന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യവുമില്ല. മിക്കവാറും നിയമങ്ങളിൽ സെക്ഷൻ 2 എന്ന് പറയുന്നത് എന്താ? ഡെഫിനിഷൻസ് ആണ്, നിർവചനങ്ങളാണ്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ആകെ 5 അധ്യായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? രണ്ടാമത്തെ അധ്യായത്തിൽ വകുപ്പ് 3-1 പ്രകാരം, ശ്രദ്ധിക്കണം, ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അധ്യായം 2 അഥവാ ചാപ്റ്റർ 2 വകുപ്പ് അഥവാ സെക്ഷൻ 3(1) പ്രകാരം 3 സബ് ക്ലോസ് 1. ഓക്കെ, വകുപ്പ് 3 സബ് ക്ലോസ് 1 പ്രകാരം കേന്ദ്ര സർക്കാർ ദേശീയ വനിതാ കമ്മീഷൻ രൂപവൽക്കരിച്ചത് എന്നുള്ളത്. സോ ആ ചോദ്യത്തിനുള്ള ഉത്തരം 31 ജനുവരി 1992 ആണ്. അപ്പൊ ശ്രദ്ധിക്കണം,
31 ജനുവരി 1992 ദേശീയ വനിതാ കമ്മീഷൻ ആര് രൂപവൽക്കരിച്ചു? കേന്ദ്ര സർക്കാരാണ് രൂപവൽക്കരിക്കുന്നത്. ഓക്കെ, ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ? ഈ ഒരു നിയമത്തിലെ അധ്യായം 2 പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് 3-1 പ്രകാരമാണ് എന്നുള്ളതും ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, ഇത്തരത്തിലൊരു കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഈ ഒരു കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നത് അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ്. ഇവരെ പുറത്താക്കുവാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, ഇവരെ പുറത്താക്കുന്ന പക്ഷം അവരുടെ കൂടി ഭാഗം കേട്ടിട്ടേ പുറത്താക്കാവൂ എന്ന ഒരു വാചകം കൂടി നമ്മൾ ഓർത്തു വയ്ക്കണം. ഓക്കെ, അപ്പോ 31 ജനുവരി 1992 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് 2023 അതിന്റെ ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായിട്ട് ഫെബ്രുവരി അതല്ല, ജനുവരി 31, 2023 നടന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, സശക്ത് നാരി സശക്ത് ഭാരത്. അതാണ് കൃത്യമായി കേരള PSC പരീക്ഷയിലും ചോദിച്ചത്. ഓക്കെ, ഇനി ഓൾറെഡി നമുക്ക് മനസ്സിലായി ഇതൊരു നിയമാനുസൃത സ്ഥാപനമാണ് അല്ലെങ്കിൽ ബോഡിയാണെന്നുള്ള മനസ്സിലായി. ഇനി പല ചോദ്യങ്ങളാണ്, മുൻകാല പരീക്ഷാ ചോദ്യങ്ങളാണ്. കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിർഭയ ഭവൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയാണ്. കമ്മീഷന്റെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഘടന ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങളാണ്. അപ്പോൾ ആകെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേരെന്ന് നമുക്ക് പറയാം, പ്ലസ് മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി ഒരു IAS തലത്തിലുള്ള ഒരാളായിരിക്കും. എല്ലാ കമ്മീഷൻ എടുത്താലും അതിലൊരു മെമ്പർ സെക്രട്ടറി കാണും IAS തലത്തിലുള്ള. അപ്പോ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ പറയണം, ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ, അല്ലെ? അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേര് എന്ന് ഇങ്ങനെ പറയാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. മാറിയും തിരിച്ചും പറയുമ്പോൾ നമുക്ക് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഏറ്റവും ഈസി ആയിട്ട് ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കത്തുള്ളൂ. ഏതൊരു കമ്മീഷനും എങ്ങനെയാ? ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് അതിൽ അംഗമല്ല, സെക്രട്ടറി തല പോസ്റ്റാണ്, IAS പോസ്റ്റാണ്. ഓക്കെ, ഇനി അംഗങ്ങളുടെ യോഗ്യത നോക്കാം. ഇപ്പോ PSC ചോദിച്ചു വരുന്നതാണ്, കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്ന അംഗങ്ങളുടെ യോഗ്യത എന്താണെന്നുള്ളത്. നിയമം അല്ലെങ്കിൽ നിയമനിർമ്മാണം, ട്രേഡ് യൂണിയൻ, വനിതാ സന്നദ്ധ സംഘടനകൾ, ഭരണം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയിൽ അനുഭവ പരിചയമുള്ള കഴിവും സത്യസന്ധതയുള്ളവരെയാണ് ഈ പറയുന്ന അംഗങ്ങളായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ശുപാർശ ചെയ്യുന്നത്. ഇനി കമ്മീഷനിലെ അംഗങ്ങളിൽ കുറഞ്ഞത് ഒരാൾ വീതം SC ST എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. അപ്പോൾ കമ്മീഷനിൽ എങ്ങനെയാ കമ്മീഷന്റെ ഘടന? ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി. അപ്പോ ഈ പറയുന്ന കമ്മീഷൻ അംഗങ്ങളിൽ, അല്ലെ, ഈ പറയുന്ന 5 പേരുള്ള അംഗങ്ങളിൽ ഒരാൾ വീതം SCയിൽ നിന്നും STയിൽ നിന്നും ഉണ്ടാവണം. കുറഞ്ഞത് എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. SCയിൽ നിന്ന് 1, STയിൽ നിന്ന് 1. ഇനി ചെയർപേഴ്സന്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഉദാഹരണം, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് ആരാണ് നിലവിലെ ചെയർപേഴ്സൺ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്താ? രേഖാ ശർമ്മ, അവരുടെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചരിത്രത്തിൽ 2 തവണ, അതായത് ഓരോ തവണയും 3 വർഷം വീതം, അങ്ങനെ 6 വർഷം പൂർത്തീകരിച്ച 2 പേരേ ഉള്ളൂ 2 തവണയായിട്ട് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഗിരിജ വ്യാസും രേഖാ ശർമ്മയും. രേഖാ ശർമ്മ ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്, നിലവിൽ ആരും ഇല്ലാതാനും. അപ്പോ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പൊ ഇവിടെ ഞാൻ ഈ 2 പേരുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യത്തെ 3 വർഷം കഴിഞ്ഞാൽ അടുത്തൊരു 3 വർഷത്തേക്കും കൂടി അവര് നിയമിക്കാം എന്നുള്ളത്.
ഓക്കെ, സോ റീ അപ്പോയിന്റ്മെന്റ് പോസിബിൾ ആണ്. ഇനി കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം അലോക് റാവത്ത്. ഇപ്പോൾ ഒരു പുരുഷനാണ്. ഇപ്പോൾ ഇത് വലിയൊരു PSC ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷനിൽ പുരുഷ അംഗമായിട്ടുള്ള വ്യക്തി. ഇനി അംഗങ്ങളെ നിയമനത്തിനായി ശുപാർശ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനാണ് ഉള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം PSC ചോദ്യമാണ് ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായക്. അപ്പൊ നിലവിൽ ഞാൻ ഈ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദിവസം ആരും തന്നെ ഇല്ല ചെയർപേഴ്സൺ ആയിട്ട്. അപ്പോൾ മുൻ ചെയർപേഴ്സൺമാരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. മുൻ ചെയർപേഴ്സൺമാർ PSC കൃത്യമായി ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. ജയന്തി പട്നായക് ഒന്നാമത്തേത്, രണ്ടാമത്തേത് വി മോഹിനി ഗിരി, മൂന്നാമത്തേത് വിഭ പാർത്ഥസാരഥി, നാലാമത്തേത് പൂർണിമ അദ്വാനി. ഈ 4 പേരും കൃത്യമായി കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ PSC ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ മാത്രം ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടെ മാത്രമല്ല, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺമാരെ കൃത്യമായിട്ട് ആദ്യത്തെ 4 പേരുടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ട് നമ്മളത് തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജയന്തി പട്നായക്, അതിനുശേഷം ആരാ? മോഹിനി ഗിരി, വിഭ പാർത്ഥസാരഥി, ശേഷം പൂർണിമ അദ്വാനി. അതിനുശേഷം വന്ന ഗിരിജ വ്യാസ് 2 തവണ അടുപ്പിച്ചു. ശേഷം മമത ശർമ്മ, ലളിത കുമാരമംഗലം, പിന്നീട് വന്ന രേഖാ ശർമ്മയും 2 തവണ അടുപ്പിച്ച് ഈ പറയുന്ന രീതിയിൽ. രേഖാ ശർമ്മ വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. തുടർന്നാണ് അവർ ഈ പറയുന്ന ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നതും. രണ്ട് തവണയായിട്ട് 3 6 വർഷത്തെ കാലാവധി അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, സോ 3 വർഷം, അതിനുശേഷം വീണ്ടും അപ്പോയിന്റ് ചെയ്തു 3 വർഷത്തേക്ക്. അപ്പോൾ ഇത്തരത്തിൽ 2 തവണ ചെയർപേഴ്സൺ ആയ വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ ഗിരിജ വ്യാസും രേഖാ ശർമ്മയും. 2 പേരും അവരുടെ 2 തവണത്തെ കംപ്ലീറ്റ് ടേമും 3 വർഷം 6 വർഷം പൂർത്തീകരിച്ചു. ഓക്കെ, ഇനി കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമഹിളയാണ്. രാഷ്ട്രമഹിള. അപ്പോൾ UPSCയിലെ ഒരു പരീക്ഷ, മധ്യപ്രദേശ് PSCയുടെ പരീക്ഷാ ചോദ്യമായിരുന്നു. അപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുട്ടികളെ ഒന്ന് ബുദ്ധിമുട്ടിക്കണമല്ലോ. രാഷ്ട്രമഹിള വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണല്ലോ. ഏതൊക്കെ ഭാഷയിലാണെന്നുള്ളതാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏതൊക്കെ ഭാഷയിൽ? അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു വരുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് അന്യ സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സംസ്ഥാനങ്ങളുടെ ചോദ്യപേപ്പർ നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, ഈ 2 ഭാഷകളിൽ അവൈലബിൾ ആയിരിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി. ഓക്കെ, രാഷ്ട്രമഹിള. സോ അതൊന്ന് എഴുതിയെടുത്തോളാം. ഇനി ശ്രദ്ധിക്കാം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പഠിക്കുന്നതിനായി കമ്മിറ്റികളെ നിയമിക്കാനുള്ള വനിതാ കമ്മീഷന്റെ അധികാരം പ്രതിപാദിക്കുന്ന വകുപ്പ്. സോ വകുപ്പ് 8 പ്രകാരം ഇപ്പൊ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം നടന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മണിപ്പൂർ വിഷയം വന്നു. മണിപ്പൂർ കലാപം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, അവർ ഉപദ്രവിക്കപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും രേഖാ ശർമ്മ മുൻ ചെയർപേഴ്സൺ മിണ്ടിയിട്ടില്ല എന്നുള്ള കാരണത്താൽ കാര്യമായിട്ടുള്ള അലിഗേഷൻ നിലനിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ദേശീയ വനിതാ കമ്മീഷന് ഒരു കമ്മിറ്റിയെ തന്നെ ചുമതലപ്പെടുത്താം. ആ കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നതും ദേശീയ വനിതാ കമ്മീഷൻ തന്നെയാണ്. കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 10 ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, വകുപ്പ് 3-1 ദേശീയ വനിതാ കമ്മീഷനെ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ചു. ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. അതോടുകൂടി വകുപ്പ് 8 എന്താണ്? സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനനുസരിച്ച് എന്തൊക്കെ നടപടികൾ എടുക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷന് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉപദേശമായിട്ട് കൊടുക്കുക. ദേശീയ വനിതാ കമ്മീഷൻ കൊടുക്കുന്നത് ഉപദേശമാണ്, അല്ലെങ്കിൽ ഒരു ശുപാർശയാണ്. അതിനെ വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തട്ടിക്കളയാം.
കേന്ദ്ര സർക്കാരിന്. സോ ദേശീയ വനിതാ കമ്മീഷന്റെ ശുപാർശകളോ ഉപദേശങ്ങളോ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റിന് മേൽ ബൈൻഡിങ് അല്ല. ഓക്കെ, അപ്പോൾ കമ്മീഷന്റെ ചുമതലകൾ അഥവാ ദൗത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 10 അധ്യായം 2 വകുപ്പ് 10. ഓക്കെ, ഇനി കമ്മീഷന്റെ ചുമതലകൾ നിങ്ങൾക്ക് ലോജിക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാടൊന്ന് വായിച്ച് എടുക്കേണ്ട. സിമ്പിൾ. വനിതകളുമായി അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളിലും അവർക്ക് ഇടപെടാം അല്ലെ? എന്തൊക്കെയാണ്? സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ വിലയിരുത്തുക, നഷ്ടപരിഹാരം കോമ്പൻസേഷൻ, പല ഇരകൾക്കും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കായുള്ള നിയമ നിർമ്മാണം. ഫോർ എക്സാമ്പിൾ 1961 സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പഠനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ദേശീയ ഈ പറയുന്ന വനിതാ കമ്മീഷൻ. 1961 അന്ന് ദേശീയ വനിതാ കമ്മീഷൻ ഇല്ലായിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷമാണ് ഈ 61 സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെടുത്തി കാര്യമായ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ സമർപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ചില റൂൾസുകൾ കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് പരാതികളുടെ പരിഹാരം പ്രോത്സാഹിപ്പിക്കുക, സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സർക്കാരിനെ ഉപദേശിക്കുക, സ്ത്രീകളുടെ പാർപ്പിട സ്ഥലങ്ങൾ നേരിൽ സന്ദർശിക്കുക. വനിതകളായ തടവുകാരുണ്ടാവും, മറ്റ് അനാഥരായിട്ടുള്ള സ്ത്രീകളുണ്ടാവും. സോ ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുക, വേണ്ട രീതിയിലുള്ള നടപടികൾക്കായിട്ട് ബന്ധപ്പെട്ട അധികൃതരോട് ശുപാർശ ചെയ്യുക. സ്ത്രീകളുടെ അവകാശം ഹനിക്കുന്നതോ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതോ ആയ ഏതൊരു കേസും ദേശീയ വനിതാ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് ഭരണഘടനാപരമായ അവകാശങ്ങളോ അല്ലെങ്കിൽ അത് ഹനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വനിതാ കമ്മീഷന്റെ മുന്നിൽ പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുവാനുള്ള ആരും പരാതി കൊടുക്കണമെന്നില്ല. ഇനി പരാതി കൊടുത്താലും പരാതി കൊടുത്തില്ലെങ്കിലും മോട്ടോ സ്വന്തം താല്പര്യത്തിൽ അല്ലെങ്കിൽ സ്വമേധ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുവാനുള്ള അധികാരമുണ്ട്. ഇത്തരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 10 വകുപ്പ് 10 സബ് ക്ലോസ് 4. എന്താണ് ഒരു സിവിൽ കോടതിയുടെ അധികാരം എന്ന് പറയുന്നത്? അപ്പോൾ ഒരു കാര്യമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ ആളുകളെ വിളിച്ചു വരുത്തുവാനും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുവാനും ആവശ്യമെങ്കിൽ ഡോക്യുമെന്റുകൾ വാങ്ങി വയ്ക്കുവാനും അതിപ്പോ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ നിന്നോ വേണമെങ്കിൽ ആകാം. അപ്പൊ അത്തരത്തിൽ വരാതിരുന്നു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യത്തിന് തുല്യമാണ്. ഇത്തരത്തിലുള്ള എല്ലാ അധികാരങ്ങളും ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ട് എന്ന് അധികാരപ്പെടുത്തുന്ന വകുപ്പാണ് വകുപ്പ് 10(4) എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ട് ലോജിക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാവുന്നതാണ്. കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത് അല്ലെ? കമ്മീഷന്റെ ചുമതലകൾ വകുപ്പ് 10. എന്നാൽ വകുപ്പ് 10(4) എന്താണ് പറയുന്നത്? കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇനി കമ്മീഷന്റെ ധനകാര്യവും അക്കൗണ്ടുകളും ഓഡിറ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് അധ്യായം 4 എന്ന് പറയുന്നത്. അധ്യായം 5 മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആകെ 5 അധ്യായങ്ങളാണുള്ളത്. എല്ലാ വകുപ്പുകളും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കമ്മീഷന്റെ പ്രവർത്തനത്തിനായി കേന്ദ്ര സർക്കാർ ഗ്രാന്റുകൾ പുറപ്പെടുവിക്കാറുണ്ട്. അതായത് സഹായമായിട്ട് സഹായ ഫണ്ട് നൽകാറുണ്ട്. അത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന വകുപ്പ് 11 ഇനി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആർക്ക്? കേന്ദ്ര സർക്കാരിനാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പ് 13. തുടർന്ന് വകുപ്പ് 14 പ്രകാരം കമ്മീഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ഇരുസഭകളിലും വയ്ക്കുകയും അതിന്മേലുള്ള നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചും ഇല്ലാത്തതിനെ കുറിച്ചും ഒക്കെ അവിടെ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സ്ത്രീകളെ സംബന്ധിക്കുന്ന നയപരമായ വിഷയങ്ങളിൽ കമ്മീഷനുമായി കേന്ദ്ര സർക്കാർ കൂടിയാലോചിക്കണമെന്ന് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 16. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്.
ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇതോടുകൂടി കവർ ചെയ്തിരിക്കുകയാണ്. നന്ദി.